Hi, I am Rogers Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. ഇന്ന് സെപ്റ്റംബർ 27th. ഈ 27th ടുഡേ ഇന്നത്തെ ദിവസത്തിന് ഒത്തിരിയധികം പ്രാധാന്യമുണ്ട്. കാരണം 2024 നീറ്റ് എക്സാമിനേഷൻ എഴുതിയിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ്. ഈ 27th ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ അലോട്ട്മെൻറ്റ് ലഭിച്ച സെക്കൻഡ് റൗണ്ടിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് സെപ്റ്റംബർ 27th. ഈ സെയിം ഡേറ്റിൽ തന്നെയാണ്, ഈ സെപ്റ്റംബർ 27th തന്നെയാണ് കേരളത്തിലെ MBBSൻ്റെയും BDSൻ്റെയും അഡ്മിഷൻ ലഭിക്കാനുള്ള കേരള എൻട്രൻസ് കമ്മീഷനുടെ അലോട്ട്മെൻറ്റ് സെക്കൻഡ് റൗണ്ടിൻ്റെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന ഡേയും ഇന്ന് തന്നെയാണ്. ഇന്ന് രാവിലെ 11 മണിക്കാണ് ഈ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമെന്ന് എൻട്രൻസ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇന്ന് കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ ഒരു അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക്. ഇന്നത്തെ കേരളയുടെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കാതിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നലത്തെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് രാത്രിയിൽ വന്നു കഴിഞ്ഞു, 26th വന്നു കഴിഞ്ഞു. ആ 26th പ്രൊവിഷണൽ അലോട്ട്മെൻറ്റിൽ നമുക്കൊരു ക്യാമ്പസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ചേഞ്ച് 27th അലോട്ട്മെൻറ്റിൽ വരാൻ സാധ്യതയില്ല. ഇനി അല്ല, എനിക്ക് കേരള അലോട്ട്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ ഒരു ക്യാമ്പസിൽ ജോയിൻ ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ 27th മുമ്പായി കോളേജിൽ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ടിൽ നിന്നും കട്ടാവും, ജോയിൻ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം. അതുകൊണ്ട് തന്നെ 27th ഓൾ ഇന്ത്യ വഴിയുള്ള അലോട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യേണ്ട വിദ്യാർത്ഥികളെല്ലാം ജോയിൻ ചെയ്യുക. ഇന്ന് 27th കേരളയുടെ അലോട്ട്മെൻറ്റിൽ സെക്കൻഡ് റൗണ്ട് നമുക്കൊരു അലോട്ട്മെൻറ്റ് MBBSൻ്റെയോ BDSൻ്റെയോ ഗവൺമെൻറ്റോ പ്രൈവറ്റോ NRIയുടെ ഒരു സീറ്റ് നമുക്ക് ലഭിച്ചാൽ കോളേജുകളിൽ നാം ജോയിൻ ചെയ്യുകയും ചെയ്യുക. ഇനി ഈ സെക്കൻഡ് റൗണ്ടിൽ നാം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലേക്ക് 2 ക്യാമ്പസുകളാണ് പുതിയതായിട്ട് വന്നത്. ഒന്ന്, പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ 150 സീറ്റുകൾ വന്നു. അതിനോടൊപ്പം ഈ സെക്കൻഡ് റൗണ്ടിൽ തന്നെ KMCT മെഡിക്കൽ കോളേജിന് 100 സീറ്റും കൂടെ എക്സ്ട്രാ അനുവദിച്ചു. അപ്പോൾ 250 സീറ്റാണ് സെക്കൻഡ് റൗണ്ടിൽ MBBSന് എക്സ്ട്രാ കിട്ടിയിരിക്കുന്നത്, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടർ ലഭിച്ചിരിക്കുന്നത്. KMCT കോളേജ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ ഉള്ള ക്യാമ്പസാണ്. അപ്പോൾ പുതിയതായിട്ട് ലഭിച്ചിരിക്കുന്ന 100 സീറ്റിൻ്റെ 50% സീറ്റ് മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള വിദ്യാർത്ഥികൾക്കാണ് അതിൻ്റെ പ്രയോറിറ്റി ലഭിക്കുന്നത്. ബാക്കി വരുന്ന ഒരു 15% സീറ്റ് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ അതർ സ്റ്റേറ്റിലെ കുട്ടികൾക്കും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സീറ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന സീറ്റാണ്. 15% സീറ്റ് എന്ന് പറയുന്നത് NRI സീറ്റാണ്. ബാക്കി വരുന്ന 20% സീറ്റാണ് ഓൾ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാവുന്ന സീറ്റായിട്ട് വരിക. എങ്കിലും 100 സീറ്റ് MBBSന് കേരളത്തിൽ അനുവദിച്ച് കിട്ടിയെന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ അലോട്ട്മെൻറ്റിലൂടെ കുറച്ചെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഒരു BDSലേക്ക് ഞാൻ മാറിപ്പോയേക്കാം എന്ന് വിചാരിച്ചിരുന്ന കുറച്ച് വിദ്യാർത്ഥികൾക്കും കൂടെ ഒരു MBBSന് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയോടുകൂടിയാണ് ഇന്നത്തെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത്. ഇനി ഇന്നത്തെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് MBBSനാവട്ടെ BDSനാവട്ടെ അത് ഗവൺമെൻറ് സെക്ടറോ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് സെക്ടറോ NRIയോ ഏതുമായിക്കോട്ടെ, ഇന്നത്തെ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ October 5th മുമ്പായി നിർബന്ധമായും കോളേജുകളിൽ ജോയിൻ ചെയ്തിരിക്കണം. അങ്ങനെ കോളേജുകളിൽ ജോയിൻ ചെയ്യാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമുക്ക് ആ കോളേജ് നഷ്ടമാവും എന്ന് മാത്രമല്ല, മുന്നോട്ടുള്ള അലോട്ട്മെൻറ്റിൽ കൺസിഡർ ചെയ്യുകയുമില്ല. ഇവിടെ ഈ സെക്കൻഡ് റൗണ്ടിൽ നമുക്കൊരു അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല, ലഭിക്കാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ നമുക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്തുകൊണ്ട് കൺഫർമേഷൻ ചെയ്തുകൊണ്ട് തേർഡ് റൗണ്ടിൽ പങ്കെടുക്കാം. ഇവിടെ ഒരു കോളേജ് ലഭിച്ചു, ഞാൻ അഡ്മിഷൻ എടുക്കുന്നില്ല, നാം ഔട്ടാവും. ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലെ മുന്നോട്ടുള്ള തേർഡ് റൗണ്ടിലോ സ്റ്റേ വേക്കൻസിയിൽ ഒന്നും നമുക്ക് പങ്കെടുക്കാൻ സാധിക്കത്തില്ല. ഈ സെയിം ടൈമിൽ തന്നെ നമുക്കറിയാം കേരളത്തിലെ അലൈഡ് കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് റൗണ്ടിൻ്റെ പ്രോസസ്സിങ്ങിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റായ കർണാടകത്തിൻ്റെ MBBSൻ്റെ അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റും 27th മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഓരോ സ്റ്റേറ്റിലെയും MBBSൻ്റെയും BDSൻ്റെയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ് മുന്നോട്ട് പോകുന്നു. കേരളത്തിൻ്റെ അലൈഡ് കോഴ്സുകളുടെ അഡ്മിഷൻ പ്രൊസീജിയർ മുന്നോട്ട് പോകുന്നു. ഇവിടെയൊക്കെ ഇനി സാധ്യതകൾ നോക്കി വെയിറ്റ് ചെയ്യാതെ ഒരു ക്യാമ്പസ് ലഭിച്ചാൽ നിർബന്ധമായും അഡ്മിഷൻ എടുക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ആൽഫ അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ
ഓരോ അലോട്ട്മെന്റും പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായും കൃത്യമായ ന്യൂസുകളും അപ്ഡേറ്റ്സുകളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ ഈ ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനിയൊരു അലോട്ട്മെന്റ് പ്രോസസ്സിംഗിൽ മാത്രമല്ല ഈ ചാനൽ വരുന്നത്. ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ നമുക്കറിയാം, +1 +2 സയൻസ് സ്ട്രീമിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ തന്നെ 42 എക്സാമിനേഷൻസ് ഉണ്ട്, മെഡിക്കൽ സെക്ടറിലും എഞ്ചിനീയറിംഗ് സെക്ടറിലും കൂടെ. ഈ എല്ലാ പരീക്ഷകളെയും കുറിച്ച്, ഓരോ പരീക്ഷകളിലും പഠിക്കേണ്ട സബ്ജക്റ്റുകൾ ഏതാണ്, ആ പരീക്ഷകൾ വരുന്ന ഏത് മന്തിലാണ് കോൾ ഫോർവേഡ് ചെയ്യുന്നത്, ആ എക്സാമിനേഷൻ ഞാൻ എന്നാണ് എഴുതേണ്ടത്, ഇതിലൂടെ ഏതൊക്കെ ക്യാമ്പസിലേക്കാണ് അഡ്മിഷൻ കിട്ടുക, ഇങ്ങനെയുള്ള വിശദമായ കാര്യങ്ങൾ ഓരോ ആപ്ലിക്കേഷനും ഇൻവൈറ്റ് ചെയ്യുന്നതനുസരിച്ച് ആൽഫ അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ നാം പബ്ലിഷ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനോടൊപ്പം ഈ പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യാനും അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിൽ കൃത്യമായി പങ്കെടുക്കാനുമൊക്കെ വിദ്യാർത്ഥികൾക്കുണ്ടാവുന്ന സംശയങ്ങൾക്കും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫയിൽ എക്സ്പേർട്ടും നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. ഇനി ഇതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, നമ്മുടെ സെക്കൻഡ് അലോട്ട്മെന്റ് ആവട്ടെ, ഇനിയുള്ള തേർഡ് അലോട്ട്മെന്റോ സ്ട്രേ വേക്കൻസിയോ ഏതുമാവട്ടെ, ഈ അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിലൊക്കെ നമുക്ക് കൃത്യമായ ഒരു ക്യാമ്പസ് ലഭിച്ചില്ലെങ്കിൽ എന്നെ കൊള്ളൂല, ഞാൻ പഠിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്ന് ഓർത്ത് വിഷമിക്കുകയല്ല വേണ്ടത്. പകരം ഇതൊരു വാശിയോടെ എടുക്കുക. 2025 എൻട്രൻസ് എക്സാമിനേഷൻ എൻ്റേതാക്കി മാറ്റാൻ, നിങ്ങളെ ഒരു പേഴ്സണൽ അറ്റൻഷനോടെ വിജയിക്കാൻ വേണ്ട കഴിവിലേക്ക് നിങ്ങളെ എത്തിക്കുക വേണ്ടത്. അങ്ങനെ ഒരു പേഴ്സണൽ അറ്റൻഷനോടെയുള്ള നല്ല ഹോംലി ഹോസ്റ്റൽ ഫെസിലിറ്റിയോടെ, നല്ല സ്റ്റഡി മെറ്റീരിയൽസിൻ്റെയും ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെയും സപ്പോർട്ടോടുകൂടി പഠിക്കാൻ 2024 720 710 മാർക്കും 677 മാർക്കും 600 മാർക്കും ഒക്കെ ഏറ്റവും നല്ല റാങ്കുകൾ, ഏറ്റവും നല്ല മാർക്കുകൾ വിദ്യാർത്ഥികൾക്ക് നേടിക്കൊടുത്ത ആൽഫ അക്കാഡമിയുടെ സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അത് റിപ്പീറ്റർ ബാച്ചോ, ലോങ് ടൈം കോച്ചിങ്ങോ, ഇന്റഗ്രേറ്റഡ് സ്കൂളിലോ ഏത് സിസ്റ്റത്തിന്റെ പാർട്ടായും പഠിക്കാം. ഈ സമയത്തൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഓൾ ഇന്ത്യ വെറ്റിനറിയുടെയും ഓൾ ഇന്ത്യ അഗ്രികൾച്ചറിൻ്റെയും ICARൻ്റെയും അതുപോലെ തന്നെ MBBSൻ്റെയും BDSൻ്റെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെയും കേരള സ്റ്റേറ്റ് കൗൺസിലിങ്ങിൻ്റെയും അതർ സ്റ്റേറ്റ് കൗൺസിലിങ്ങിൻ്റെയും ഒക്കെ കൃത്യമായ അലോട്ട്മെൻറ്റുകളുടെ ഡേറ്റുകൾ ഒരു കൃത്യമായ ഒരു ഡയറിയിൽ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് കൃത്യമായി ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് അർഹതപ്പെട്ട ഒരു ക്യാമ്പസും കോഴ്സും നേടിയെടുക്കാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. അതിനോടൊപ്പം 2025 എക്സാമിനേഷന് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച ഒരു രീതിയിലേക്ക് നിങ്ങളെ വിജയിക്കാനും ഏറ്റവും മികച്ചൊരു വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാനും ആൽഫയുടെ ക്യാമ്പസിലെ കോഴ്സുകളെ കുറിച്ച് മനസ്സിലാക്കാനും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. എല്ലാവർക്കും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന ആശംസയോടെ ബെസ്റ്റ് വിഷസ്.